ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോയുമായി വന്നിരിക്കുന്ന ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ എങ്ങനെ സൂപ്പർ കാർസ് അല്ലെങ്കിൽ മോഡിഫൈഡ് കാർ ഡൗൺലോഡ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് മോഡായിട്ടാണ് ഡയറക്റ്റാണ് കയറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് ആപ്ലിക്കേഷൻസിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് മോഡ് ബസ്സസ് ഐ ഡി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ആപ്ലിക്കേഷനാണ് നമുക്ക് ആവശ്യം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തതേ ഉള്ളൂ. ഒരു വട്ടം ഞാൻ യൂസ് ചെയ്ത് നോക്കി. അതിനുശേഷം ZRC എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് സെർച്ച് ചെയ്യുക. ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും. നേരെ അതിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് സ്പെല്ലിങ് ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ വരും. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് തിരയേണ്ട ആവശ്യം കാണില്ല. അപ്പോൾ നേരെ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻസാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ മോഡ് ബസ്സസ് ഐ ഡി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഡിങ്ങിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഓപ്പണായി വരുമ്പോൾ ആദ്യം കുറച്ച് പ്രൈവറ്റ് ബസ്സുകളിൽ, അതേപോലെ തന്നെ ഓരോരോ ടൊയോട്ട കോസ്റ്റർ, ദാസ് ബ്രദേഴ്സ് അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വെഹിക്കിൾസിൻ്റെ ഇതാണുള്ളത്. അപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്ന ഈ സെർച്ച് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ മസ്റ്റാങ് കാർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സെർച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ നിങ്ങൾ 4 കാർ വന്നു. അപ്പോൾ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് താഴെ ഏറ്റവും 4ാമത് കിടക്കുന്ന ഈ കാറാണ്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 2 ഓപ്ഷൻസാണ് വന്നിട്ടുള്ളത്. ഡൗൺലോഡ് ഫോർഡ് മസ്താങ് RTC സ്പെക് 5 2021 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ലിവറി ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റത്തെ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാറിൻ്റെ വ്യൂ ഏകദേശം ഒരു 360 ആംഗിളിൽ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കും പോലെ കിട്ടും. ലെഫ്റ്റ് റൈറ്റ് കാറിന് ഇൻറ്റീരിയർ, ഇതേപോലെ മുകളിലത്തെ ഇത്, പിന്നെ അതേപോലെ താഴത്തത്, അങ്ങനെ എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ഫോട്ടോസ് സേവ് ചെയ്തുകൊണ്ട് തന്നെ ഈ കാറിൻ്റെ ഭംഗി നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, മൊത്തത്തിലുള്ള വ്യൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എനിക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടു. ഞാൻ ഡൗൺലോഡ് ഫസ്റ്റ് പറഞ്ഞ ഐക്കണൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ഇതാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫസ്റ്റ് ഇതേപോലെ ഒരു കാറ് അല്ലെങ്കിൽ ബസ് ഒന്ന് ആഡാക്കാൻ കൊടുക്കുമ്പോഴത്തേക്കും വരുന്ന ഈ സെലക്ട് ഫോൾഡറാണ്. അപ്പോൾ ഈ ഫോൾഡറിലേക്കാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന എല്ലാ വെഹിക്കിൾസിൻ്റെ ഇത് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നേരെ അതിലേക്ക് എക്സ്ട്രാക്റ്റ് ഒക്കെ ചെയ്ത് പേസ്റ്റായി നേരെ വരികയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇതുവഴിയാണ് നിങ്ങൾ ഏത് വെഹിക്കിൾ ആഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഡൗൺലോഡിൻ്റെ ഒരു ഐക്കൺ കൊടുത്തത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സൈസ് ഡൗൺലോഡ് ആകുന്നത് കാണും. അതിന് ശേഷം നിങ്ങൾ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഓൺ ആക്കുമ്പോൾ തന്നെ അതിൽ വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഫോൾഡർ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കിത് ആ മോഡ്സിലേക്കാണ് ഡയറക്റ്റ് വന്നത്. മോഡ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് യൂസ് ദിസ് ഫോൾഡർ കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ മറ്റേ ZRC വരുമ്പോൾ അത് വേറൊരു ഐക്കണായിരിക്കും. അതിൽ നിങ്ങൾ നോക്കുക, ഞാൻ പറയുന്നത് നോക്കുക. അതിൽ നിങ്ങൾ വന്നതിന് ശേഷം ബസ് ഐ ഡി എന്ന് പറയുന്നത് ഇതൊന്ന് നോക്കുക. ഈ ഒരു ഫോൾഡർ നോക്കുക. ഇതൊന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് നോക്കിയാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ മോഡ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ്, അതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം താഴെ കാണുന്നത് യൂസ് ദിസ് ഫോൾഡർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഓരോരോ വണ്ടികളുടെ ലിസ്റ്റാണ് ഇവിടെ. മോഡിഫൈഡ് താറ്, മാരുതി 800, നിസാൻ സ്കൈലൈൻ, അടുത്ത സെഡോൺ V2, അശോക് ലൈലൻ, ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത് KSRTC കാറ് അങ്ങനത്തെ ആഡ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ദിസ് ഫോൾഡർ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ പറയുന്ന അലോ കൊടുക്കുക. അപ്പോൾ ഇതിലാണ് ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് എല്ലാ വെഹിക്കിളും സ്റ്റോർഡായി വരുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ ഡൗൺലോഡ് ഫോർഡ് മസ്താങ് അത് കൊടുക്കുക. ഡൗൺലോഡിങ് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇനി രണ്ടാമത് ചെയ്യുമ്പോഴത്തേക്കും, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ വരും. അത് ചിലപ്പോൾ രണ്ടാമത് ഒരു വട്ടം, ഇപ്പം ഞാൻ ഈ കാർ ഡൗൺലോഡ് ചെയ്തിട്ട് അടുത്ത് വേറൊരു കാറാണ് ഡൗൺലോഡ് ചെയ്ത് നോക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ആഡ് കണ്ടതിന് ശേഷം അത് ഡൗൺലോഡ് ആവും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് 21.86 MB ആണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇത് ഡൗൺലോഡ് ആകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ഫോർഡ് മസ്റ്റാങ് RTR സ്പെക് 5 2021 എന്നാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഡയറക്റ്റ് ബാക്ക് ഇറങ്ങിയതിന് ശേഷം ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് ഓണായി വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ലോഡാവുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇതുവഴി തന്നെ വേറൊരു കാർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ആദ്യം എനിക്കാണെങ്കിൽ രണ്ടാമത് ചെയ്തപ്പോൾ ഇതേപോലെ സെലക്ട് ഫോൾഡർ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു, ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലിയർ ഡേറ്റ കൊടുത്ത് ഈ ആപ്ലിക്കേഷൻ ഒന്ന് റീസ്റ്റോർ പോലെ ആക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആഡാക്കിയ കാറാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ കാർ ഞാൻ ഇതിലേക്ക് ആഡാക്കിയത്. അപ്പോൾ ഈ കാർ എങ്ങനെ ആഡാക്കണമെന്ന് നിങ്ങൾക്കൊരു വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ കാർ ബേസിൽ ഇതേപോലെ ആഡാക്കുന്ന വീഡിയോസ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒരുപാട് കാറുകൾ ഞാൻ ആഡാക്കി കാണിച്ചു തരാം. ഡോഡ്ജ് കാറുണ്ട്, BMW ഉണ്ട്, അതേപോലെ തന്നെ ഈ അംബാസിഡർ ഉണ്ട്, മാരുതി ഉണ്ട്, താറുണ്ട്. നിങ്ങൾക്ക് വേണം ഏത് കാർ വേണമെങ്കിൽ അത് പറഞ്ഞാൽ അത് ഞാൻ ഉറപ്പായിട്ടും ആഡാക്കി കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു മസ്റ്റാങ് കാർ എവിടെ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഇതിൽ താഴത്തെ മോഡിൽ പോവുക. മോഡിൽ പോകുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കാറ് ഒന്ന് വെയിറ്റ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. ഫോർഡ് മസ്റ്റാങ് RTR എന്നൊരു ഓപ്ഷൻ കാണാം. ഇപ്പം കിടക്കുന്നത് അശോക് ലെയ്ലൻഡിലാണ്, സോറി. അപ്പോൾ ഫോർഡ് മസ്റ്റാങ് RTR എന്ന് പറയുന്ന കാർ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ആഡായിട്ടുണ്ട്. ശേഷം നിങ്ങൾ ഗ്യാരേജിലോട്ട് പോവുക. ഒന്ന് വെയിറ്റ് ചെയ്യും, എൻ്റെ ഫോൺ കുറച്ച് ലാഗാണ്, അതുകൊണ്ട് ടൈം എടുക്കും. അതിനുശേഷം നിങ്ങൾ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ആഡാക്കിയ കാർ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും നമ്മൾ ആഡാക്കിയ കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് യൂസ് എന്നുള്ള ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് യെസ് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ബാക്ക് ഇറങ്ങിയിട്ട് നമുക്കൊരു ഫ്രീ മോഡിൽ ഏതെങ്കിലും ഓപ്ഷൻ എടുത്ത് ഈ കാർ ഒന്ന് ഓട്ടിച്ച് വെക്കാം ഗൈസ്. സൂപ്പർ ലുക്കാണ് ഈ കാറിന്. അപ്പം ആ ഒരു പ്ലേസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോഡായി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാറിൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ കേൾപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോക്ക് ഇത് 100% വർക്കിംഗ് ആണ്. ഇത് ആർക്കെങ്കിലും വർക്കിംഗ് ആവാത്തതായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ഇട്ട് ചോദിക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത് 100% വർക്കിംഗ്, ഒരു ഫൗളും ഇല്ലാതെ എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും മസ്റ്റാങ്. അപ്പോൾ ഇതാണ് അകത്തുള്ള വ്യൂ, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്യാമറയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ടൊരു 3 ഓപ്ഷൻസ് കാണാം. 1, 2, 3 എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഓപ്ഷൻ, ഈ ഓപ്ഷൻ ഏറ്റവും മുകളിലായിട്ട് കാണാം. അതിലപ്പോൾ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. 1 ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവർ സീറ്റിലെ ഡോറാണ് തുറക്കുന്നത്. അടുത്ത് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിലെ ബോണറ്റാണ് തുറക്കുന്നത്. അടുത്ത് 3 ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കിലെ ഡിക്കിയാണ് തുറക്കുന്നത്. അപ്പോൾ ഈ 3 സ്വിച്ചസും ഇതിനുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്തിരുന്ന ആ ഒരു കാറിന് ഈ 3 സ്വിച്ചസ് ഇതിന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതും അതേ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ കാറിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയൊക്കെയായിട്ട് മോഡ്സ് ഒന്നും ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കാർ മോഡ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോരോ സബ്സ്ക്രൈബ് ആയിരിക്കും എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ന്യൂ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ കണ്ടല്ലോ കാറിൻ്റെ സൗണ്ടും ഒക്കെ. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്ക്രീൻ റെക്കോർഡ് ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പോയി ഹോം പേജിൽ നിൽക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് തന്നെയാണ് ഈ കാറിൻ്റെ സൗണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ രീതി വഴി മോഡ് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.